ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ എൻ ചന്ദ്രൻ പറഞ്ഞതുപോലെ ഇനി പെൻഡിംഗ് ഉള്ളത് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ്, ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇനി കുടിശ്ശികയുള്ളത്, കൊടുത്തു തീർക്കാനുള്ളത്. അപ്പോൾ ഇത്ര കാലയളവിൽ അത് കൃത്യമായി കൊടുത്തു വന്ന ഇടത്തു നിന്ന് പെട്ടെന്ന് ഈ പെൻഷൻ കമ്പനി പോലുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് വരുമ്പോഴാണ് കുടിശ്ശികയുടെ സ്വഭാവത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ മാറുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില മാസങ്ങൾ കുടിശ്ശിക വരുന്നു, അത് കൃത്യമായി കൊടുത്തു തീർത്ത് ഇപ്പോൾ ഒരു മാസം മാത്രം പെൻഡിംഗ്. അത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാകുന്നു. അപ്പോൾ അതിന് മുൻപുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കണക്ക് ചോദിക്കുമ്പോൾ മറുപടിയില്ല. AK ആന്റണി അധികാരത്തിൽ നിന്ന് മാറുമ്പോഴുള്ള 28 മാസത്തെ കുടിശ്ശികയുടെ കാര്യം ചോദിക്കുമ്പോൾ മറുപടിയില്ല. പകരം വസന്ത് പറഞ്ഞത് VSന്റെ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ പെൻഡിംഗ് വെച്ചിട്ട് പോയി എന്നും അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തു തീർത്തു എന്നുള്ളതുമാണ്. അത് വസ്തുതാപരമാണോ ശ്രീ എം ജയചന്ദ്രൻ? അല്ല, അതിൻ്റെ അകത്ത് വസ്തുതാപരമല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ചർച്ചയിൽ വന്നിരുന്ന വസന്തയെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് മോശമാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ചർച്ചയിൽ. കാരണം അസിത ചൂണ്ടിക്കാണിച്ചല്ലോ, പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011-16 വാസ്തവത്തിൽ കൂട്ടുന്നത് വെറും 100 രൂപ മാത്രമാണ്. വസന്ത് പറയുന്ന പോലൊന്നും അല്ല വസ്തുതകൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. 500 രൂപ 600 രൂപയൊക്കെ മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നിട്ടാണ് അതിൽ തന്നെ പിന്നെ 3 മാസം 6 മാസം 10 മാസം 12 മാസം അപ് ടു 18 മാസം വരെ വിവിധ പെൻഷനുകളിൽ കുടിശ്ശിക വരുന്നത്. അപ്പോൾ ഈ പെൻഷനുകൾ എന്താ ഒരൊറ്റ നിലയ്ക്ക് കിടക്കുന്ന പെൻഷനുകളാണോ? അതൊന്ന് പരിശോധിച്ച് പോകേണ്ടതാണ്. 15 തരം പെൻഷനുകൾ നമുക്കുണ്ടെന്നുള്ളത് സാധാരണ വിശദമായിട്ട് എല്ലാവർക്കും അറിയില്ലെങ്കിലും പൊതുവിൽ ധാരണയുണ്ടല്ലോ, ഒറ്റ ഇനം പെൻഷൻ അല്ല എന്നുള്ളത്. ആ പെൻഷനുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് വസന്ത് ചോദിച്ച ഒരു പെൻഷനുണ്ടല്ലോ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ ഇല്ലേ? ഇതൊക്കെ ഈ വിവിധ ക്ഷേമനിധി ബോർഡുകൾ അവരുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്, ആ പെൻഷൻ കൊടുക്കുന്നത്. പക്ഷേ പെൻഷൻ അക്കൗണ്ടിലാണത് വരിക. ഈ ചുമട്ടുതൊഴിലാളി സെസ് അടക്കമുള്ള കാര്യങ്ങൾ പിരിക്കാൻ ആ ബോർഡിനുണ്ടായിട്ടുള്ള ഒരു ലാഗിങ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് കർശനമായി ഇടപെട്ടിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായി കുടിശ്ശിക കുറേ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ 2023 മെയ് മാസം വരെയാണ് ആ ബോർഡിൽ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി കുടിശ്ശികയാണ്. അത് സർക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ചട്ടം 300 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതുപോലെ VS സർക്കാരിൻ്റെ കാലത്ത് മൊത്തം കുടിശ്ശിക വന്നു, അത് ഉമ്മൻചാണ്ടി തീർത്തു. 400 രൂപയായിരുന്നു, പിന്നെ അത് 600 രൂപയാക്കി. അതൊന്നുമല്ല, വസ്തുത അതൊന്നുമല്ല. അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നുണ്ടല്ലോ, ഈ എന്താണ് പെൻഷൻ വെട്ടിക്കുറച്ചിട്ട് പിന്നെ ഒന്നാക്കി. അങ്ങനെയല്ലല്ലോ, 2 എണ്ണം കിട്ടിക്കൊണ്ടിരുന്ന 600 കിട്ടി. പിന്നെ ഐസക്കിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ആദ്യം ചെയ്തത് എന്താ? 1000 കിട്ടുന്നവർ വർദ്ധിപ്പിച്ചതോടുകൂടി 1000 കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്, പഴയ 600 തുടരുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവർക്ക് 2 പേർക്കും കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീടാണ് അത് ഏകീകരിക്കുന്നത്, ഒന്നാക്കുന്നത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പെൻഷൻ എന്ന് പറയുന്നത് അത് കൈക്കൂലിയാണ് എന്ന് നിങ്ങളുടെ ഒരു നേതാവ് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു എന്താ ഭയങ്കരമായ നമുക്കുണ്ടാകുന്ന ഒരു നമ്മൾ തലകുനിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ആ നേതാവ് വർത്തമാനം പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ എന്തിനാണ് ന്യായീകരിക്കുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല വസന്തയെ. കാരണം ഇത് സാമാന്യ ജനതയ്ക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്. സർക്കാർ കൊടുക്കുന്നൊരു കൈത്താങ്ങാണ്. ആ കൈത്താങ്ങായിട്ടാണ് അവരതിനെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതവരെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം ഒന്ന് പറയുകയാണ് കൈക്കൂലിയാണ്. ഈ കൈക്കൂലിയാണെന്നുള്ളതിന് മറുപടിയായിട്ടാണ് ഞാൻ ചോദിച്ചത്, അത് മുമ്പേ തന്നെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ചട്ടം 300 പ്രകാരം ജൂലൈ 10, 2024 മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? അന്നേ പറഞ്ഞല്ലോ, ഈ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷം 2 എണ്ണം കുടിശ്ശികയും അടുത്ത സാമ്പത്തിക വർഷം, അതായത് നടപ്പ് സാമ്പത്തിക വർഷം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ബാക്കി 3 കുടിശ്ശികയും. അതിൽ ഇപ്പോൾ 1 കൊടുത്തു കുടിശ്ശിക, ഇനി 2 എണ്ണം കൂടെ കൊടുക്കാറുണ്ട്. വരുന്ന മാസങ്ങളിൽ അതും കൊടുക്കും. അങ്ങനെയാണത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം, 9 വർഷം എന്ന് പറയുമ്പം എത്രയായി? 12 മാസം വെച്ച് 9 വർഷമാകുമ്പോൾ 19 108 അല്ലേ? 108 മാസത്തിൽ വസന്തയെ 108 മാസങ്ങളിൽ 103 മാസങ്ങളിലും പെൻഷൻ കുടിശ്ശിക ആയില്ല. 103 മാസങ്ങളിലും സർക്കാർ പെൻഷൻ കൊടുത്തു തന്നെയാണ് വന്നത്. ബാക്കി 5 മാസങ്ങളിലെ ആണ് കുടിശ്ശികയായിട്ട് വന്നത്. ആ കുടിശ്ശിക വന്ന കാര്യം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം കാരണം നമുക്ക് അനുഭവപ്പെട്ട പണഞ്ഞെരുക്കമാണെന്ന് അതും മുഖ്യമന്ത്രി തന്നെ ചട്ടം 300 പ്രകാരം സഭയിൽ പറയുന്നുണ്ട്. അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, അതല്ലാതെ മറച്ചു വെച്ചിട്ടല്ല. പക്ഷേ ഈ 108 മാസത്തെ കഥ പറയാതെ, ആ ചരിത്രം പറയാതെ, ജനങ്ങളുടെ അനുഭവം പറയാതെ
5 മാസം മാത്രം അനുഭവം പറഞ്ഞാണല്ലോ മറിയക്കുട്ടിയെ നിങ്ങൾ രംഗത്തിറക്കിയത് ഇടുക്കിയിലെ. ഇന്ന് അവരെവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നാടിന് മുഴുവൻ അറിയാം. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ജനങ്ങളുടെ മുമ്പുള്ള ജീവിതാനുഭവം ഇതാണ് വസന്തേ. ഈ 108 മാസത്തിൽ 5 മാസം കിട്ടിയില്ല. അതിൻ്റെ കാര്യം സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു. അതിനനുസരിച്ചുള്ള നടപടി, അദ്ദേഹം പറഞ്ഞതുപോലെ നടപടികൾ പിന്നീട് ജനങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്തു. അങ്ങനെയാണ് 2, 1, 3 കുടിശ്ശിക കിട്ടിയത്. ഇനി 2 കുടിശ്ശിക കിട്ടാനുണ്ട്. ഇതിനെയാണ് നിങ്ങൾ കൈക്കൂലി എന്ന് അപമാനിക്കുന്നത്. അത്തരം അപമാനിക്കൽ എന്തിനാണ് നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഈ വസന്ത് ചോദിച്ചതിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ സൊസൈറ്റി വഴി കൊടുക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ അവർ വഴി മാത്രമല്ലല്ലോ. അതിൻ്റെ അകത്തുള്ള കണക്കെന്ന് പറഞ്ഞാൽ 28.62 ലക്ഷം പേർക്ക് ബാങ്ക് വഴിയാണ്, ബാങ്കിലേക്കാണ്, അവരുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അത് അവരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ്. ബാക്കി വരുന്ന 35.38 ലക്ഷം പേർക്കാണ് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നത്. അത് മാർക്സിസ്റ്റുകാരുടെ പരിപാടിയാണെന്നാണ് വസന്ത് ആരോപിക്കുന്നത്. മാർക്സിസ്റ്റുകാരാണോ? ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള സഹകരണ സംഘം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷമില്ല, LDFൻ്റെ ആരുമില്ല, അവിടെ കോൺഗ്രസ് മാത്രമേ ഭരിക്കുന്നുള്ളൂ. അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന അവിടുത്തെ ബോർഡ് മെമ്പർമാരെ കോൺഗ്രസ്സുകാരാണെന്നേ. അത് അവിടുത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്, അവരാണ് കൊണ്ട് കൊടുക്കുന്നതെന്നുള്ളത്. പക്ഷേ അവരാരും എന്നോട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അത് സംഘം ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സംഘമായിട്ട് പോലും ഞാൻ ഇതുവരെ അത്രയൊരു പരാതി കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പരാതി ഉണ്ടെങ്കിൽ വസന്ത് ചർച്ചയിൽ പറയൂ. നമുക്കതിൻ്റെ അകത്ത് എന്താണ് അവരുടെ മറുപടി അല്ലെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കാനുള്ള ബന്ധപ്പെട്ടവരോട് ഞാൻ തന്നെ ചോദിച്ചോളാം. വസന്ത് വ്യക്തമാക്കിയാൽ മതി എവിടെയാണ്, ഏത് സൊസൈറ്റിയിലാണ് അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടി.